ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അച്ചാച്ചൻ ആദ്യത്തെ ചേന, നമ്മുടെ കൃഷി ആദ്യത്തെ ചേന കണ്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അജു ആയിരുന്നു അച്ചാച്ചനെ വിളിച്ചുകൊണ്ട് വന്ന് ആ ചേന വെപ്പിച്ചത്. ആ സമയത്ത് ഞാൻ ഇവിടെ ഒന്നും ഇല്ല, ഞാൻ അത് ഈ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അത് അച്ചാച്ചനെ അങ്ങോട്ട് കൊണ്ട് വെക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ ചാടിപ്പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നത്. ഇത് നമ്മുടെ രമേക്കയാണ്. രമേക്കയും അജു ഇവർ രണ്ടുപേരും കൂടെ കൃഷി. അജു 3-4 ദിവസമായിട്ട് പറയുന്നു അജു സ്വയം കൃഷി ചെയ്യാനായിട്ട് തയ്യാറായി. കഴിഞ്ഞ പ്രാവശ്യം ഇവർ രണ്ടുപേരും കൂടെ ആയിരുന്നു കൃഷി. എന്നിട്ട് ഞാൻ എല്ലാം കൃഷി ചെയ്യുന്നതെന്നൊക്കെ എന്നോട് പറഞ്ഞു, വാചകം അടിച്ചു. പക്ഷേ പിന്നെ 2 ദിവസമായിട്ടും അനക്കം കാണാതിരുന്നപ്പം നമുക്ക് രമയമ്മയൊന്ന് വിളിക്കാം മച്ചി എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിയെ, നാളെ വരും ഒരു ദിവസം എന്നോട് പറഞ്ഞു. കണ്ടില്ല. എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലായിരുന്നെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ അമ്മായിയോട് പോയി പറയട്ടെ, എൻ്റെ ഫോണിൽ നിന്ന് നമ്പർ പോയെന്ന് പറഞ്ഞ് മേളിൽ ചെന്ന് അമ്മായിയോട് പറഞ്ഞു. ഇടുന്നില്ലേ ചാച്ചൻ, വെച്ചതേ ഉള്ളൂ. അങ്ങനെ ആദ്യത്തെ മൂട് ഉണ്ട് നമ്മൾ നടുക. അവൻ്റെ ആഗ്രഹമാണ് അതോട് വലിച്ചെടുത്ത് ഇങ്ങനെ കൊണ്ടുവരണം മോനെ. അതിനകത്തെങ്ങും വീഴരുത്, എടുത്ത് വെച്ചേക്കുന്ന മണ്ണൊന്നും കുഴിക്കകത്ത്. നമ്മുടെ ചേമ്പും തട, വടക്കോട്ടൊക്കെ ചേമ്പും കന്നെന്ന് പറയും, നമ്മളെ ചേമ്പും തടയെന്ന് പറയും. ഇത്രയും എടുത്ത് വെച്ചിട്ടുള്ളൂ, കാരണം ബാക്കിയെല്ലാം കോഴികൾ തിന്ന്. മേലെ തുണ്ടിലെങ്ങാണ്ട് കുറച്ച് കിടപ്പുണ്ട്, ബാക്കി മൊത്തം കോഴികൾ. ഇത്രയേ ഉള്ളൂ, എല്ലാം കോഴികൾ തിന്ന്. ഇത്രയൊന്നും അല്ലായിരുന്നു, 2-3 ചാക്കിന് കണ്ടേന്. അതുങ്ങൾ തച്ചിനിരുന്ന് കൊത്തി തിന്നുമായിരുന്നു. പൂളൊന്നും വെട്ടണ്ട കേട്ടോ, പൂളേ വെട്ടണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പൂള് വെട്ടിയൊക്കെ അങ്ങനെ ചെയ്യുകയേ വേണ്ട. അതെ, അങ്ങനെ തന്നെ മതി. കുഞ്ഞായിട്ടൊന്നും ആക്കി വെക്കണ്ട. കണ്ട രമേക്കയും പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലായിരുന്നു ഉള്ളതല്ല. മോനേൻ്റെ മണ്ടയൊന്നും വെട്ടിക്കളയൊന്നും വേണ്ടടാ, അത് അങ്ങനെ നിന്നങ്ങ് കിളിക്കത്തില്ലായിരുന്നു. ഇല്ലടാ, അത് കിളിച്ച് വരുമല്ലായിരുന്നു, അത് അതിൻ്റെ കൂടെ അങ്ങ് കിളിച്ചേനെ. അത് വലിയ തണ്ടായിട്ടുള്ളതൊക്കെ നമ്മൾ വെട്ടിക്കളയുന്നു. ചേമ്പ് നടുന്നത് എങ്ങനെയാ, അതിൻ്റെ അടിയിൽ ഏതിൻ്റെ അടിയിലൊക്കെ ഉണ്ടെന്നൊന്നും പണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. അച്ചാച്ചൻ കൊണ്ടുവന്ന് തരും, പിഴുത് കിളച്ച് കൊണ്ടുവരുമോ ഞങ്ങൾക്ക് തിന്നാനായിട്ട് അറിയാവുന്ന. പിന്നെ തിന്നാനായിരുന്നു. ഒരു ദിവസം അച്ചാച്ചനും അമ്മച്ചിയും കൂടെ അമ്പലത്തിൽ പോയി, പട്ടാഴി അമ്പലത്തിലും അച്ചാച്ചൻ്റെ വീട്ടിലും കൂടെ. ഞാനും ചേച്ചിയും മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഞങ്ങൾ കുത്തിയിരിക്കുമോ അവിടെ. എന്നിട്ട് ഞങ്ങൾക്ക് ഇവർ രാവിലെ പോയി. എന്നിട്ട് രാവിലെ ഞങ്ങൾക്ക് അപ്പമൊക്കെ ഉണ്ടാക്കി, ദോശ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടാണ് പോയത്. അന്ന് ദോശയെന്നൊന്നും പറയത്തില്ല, അപ്പമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഉണ്ടാക്കി തന്നിട്ടാണ് പോയത്. അതൊക്കെ തിന്നു കഴിഞ്ഞ് ഒരു സമയമായപ്പോൾ ഞങ്ങൾക്ക് വയറ്റിൽ കാറ്റ് കയറാൻ തുടങ്ങി. അറിയത്തില്ല എന്തുവാന്ന്. ഞാനും ദിവേക്ഷയും കൂടെ പോയിരുന്നിട്ട്, ഞങ്ങളുടെ വടക്കേയത്ത് പോയിരുന്നിട്ട് ചേമ്പ് അന്നേരമെങ്ങാണ്ട് നട്ടുവെച്ചതൊക്കെ ഞങ്ങൾ വലിച്ചു വീഴുക. നോക്കിയപ്പോൾ ഇത്രച്ചേയുള്ള കുഞ്ഞു കണ്ണ് പോലുള്ള ചേമ്പ് വിത്ത് കിളിച്ച് വരിക. എന്നിട്ട് അത് ഞങ്ങൾ ഇങ്ങനെ അടത്തിയെടുക്കാനും നോക്കത്തില്ല, അത്ര ചെറുതാ. അത് കൊണ്ടുവന്നിട്ട് പുഴുങ്ങി തിന്നാമെന്ന് പറഞ്ഞുകൊണ്ടാ. എങ്ങനെ എന്നിട്ട് 3-4 കണ്ട് കിട്ടി, ഇച്ചിരി ഉള്ളത്. എന്നിട്ട് അത് കൊണ്ടുവന്ന് വെച്ച് അന്നത്തെ പിള്ളേർക്കൊന്നും ബുദ്ധിയൊന്നുമില്ല ഇത്രയൊന്നും. ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ അറിയാം എന്തോ ചെയ്യണം, എങ്ങനെയൊക്കെയാ വിശക്കുമ്പോൾ എങ്ങനെ വയറും. അന്നത്തെ പിള്ളേർക്ക് അതൊന്നും അറിയത്തില്ല, ഇച്ചിരിയുള്ളു. അതെ, ഇപ്പോഴത്തെ പിള്ളേർ വിശക്കുമ്പം കടയിലോട്ട് കയറി പോവുക, എന്തെങ്കിലും മേടിച്ച് തിന്നുക, പിന്നെ പൈസ ഇല്ല പിന്നെ കൊടുക്കാമെന്നെങ്കിലും പറയും. അന്നത്തെ പിള്ളേർ അങ്ങനൊന്നും അല്ല, വിശന്ന് അങ്ങിരുന്നോളും പട്ടിണിക്ക്. ജയമേക്കയോട് ചോദിച്ചു, അച്ചാച്ചനോട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അച്ചാച്ചനോട് 10 പ്രാവശ്യം ചോദിക്കേണ്ടുന്നതുകൊണ്ട് ചോദിച്ചില്ല. മോനെ അതിൻ്റെ മണ്ടയ്ക്കിടണ്ടാടാ, പിന്നെ ഇട്ടാൽ മതി. പിന്നെ എങ്ങനെയാ നമ്മൾ ചേമ്പ് നടേണ്ടുന്നതെന്ന്, ആദ്യം കുറച്ച് കുഴി മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിൻ്റെ ചുവട്ടിലോട്ട് കിളിച്ച് കഴിയുമ്പം മണ്ണിങ്ങനെ ദൂരേന്ന് വെട്ടി അതിൻ്റെ ചുവട്ടിലോട്ട് കൂട്ടി കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. ചാമ്പലും ചാണകവും ഇല്ലയോ, ചാണകപ്പൊടിയും എല്ലാം കൊണ്ടുവന്ന് അങ്ങോട്ട് തട്ടുക. പണ്ടങ്ങനായിരുന്നു ഞങ്ങളുടെ പരിപാടി. പച്ചച്ചാണകം അങ്ങോട്ട് അച്ചാച്ചൻ വലിയ ബക്കറ്റിനകത്ത് ചരുവത്തിനകത്ത് കോരി വെക്കും. അച്ചാച്ചനും കൊണ്ടിടും, ഞങ്ങളും കൊണ്ടിടും. അന്നന്നത്തെ ഓരോന്നിനും ചവിട്ടില്ല. എത്ര പശുക്കളാ, ചുമന്നുള്ളൂ ഊപ്പാട് വരും. ചാണകം ചുമന്ന് ഇഷ്ടംപോലെ ചാണകം.
ആന്ന് തോണ്ടേ തോണ്ടേ. പിന്നെ അതൊക്കെ ഓക്കെ. അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. എല്ലാം ഞാൻ വാരിക്കൊണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെ എല്ലാം 3-4 ചാക്കിനകത്ത് ഞാൻ വാരി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം അപ്പുറത്ത് കിടപ്പുണ്ട്. ഒരുപാട് മഴ പെയ്ത് അളിഞ്ഞു പോകുന്നതിന് മുമ്പ് എല്ലാം വാരിക്കൊണ്ട് വന്ന് ഇവിടെ ഇടാം. അതാണ്. മാറ്റാം. ഇന്നലെ കാലയിലെ നഖം ഞാൻ വെട്ടിക്കൊടുത്തു. എപ്പോഴും എന്നും കയ്യിലെ നഖം വെട്ടും. എന്നും കയ്യിലെ നഖവും വെട്ടും. എന്നും ഷേവും ചെയ്യും. ഇപ്പം ഷേവ് ചെയ്താൽ ശരിക്കും അങ്ങോട്ട് പോകത്തില്ല. കാരണം മുഖമെല്ലാം ചുളുങ്ങിയത് കൊണ്ട്. മുളകും മല്ലിയുടെയും പാത്രങ്ങളെല്ലാം കഴുകി വെളിയിൽ വെച്ചിട്ടുണ്ട്. പൊടിപ്പിക്കാമെങ്കിൽ കൊള്ളാം. ഇനി മുളക് ഇച്ചിരി മേടിച്ച് അടുത്ത പെരുമഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് വേണ്ട. ഇവിടെ എന്നും കൂട്ടിയിട്ടിരുന്ന വിറകുകളെല്ലാം ഇങ്ങോട്ട് മാറ്റിയിട്ട് കൃഷികളെല്ലാം ചെയ്തു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് അച്ചാച്ചൻ പിന്നെ നമുക്ക് ചീനിക്കമ്പെല്ലാം മുറിച്ച് തന്നായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം അപ്പോഴത്തേക്ക് ഞാനത് ഓർത്തില്ല. അതൊന്നും പറയാനായിട്ട് ഓർത്തില്ല. അതുകൊണ്ട് ഇവിടെ ചേന നട്ടിട്ടുണ്ട്. കാച്ചിലും ചേനയും കപ്പയും ഇവിടെ നട്ടിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, 5 മൂട് കപ്പയും കുറച്ച് ചേനയും കുറച്ച് കാച്ചിലും നട്ടു. ഇവിടെയും കുറച്ച് കാച്ചിലും ചേനയും നട്ടു. ബാക്കി 1-2 ചേന ഉണ്ട്. എല്ലാം നട്ടു കഴിഞ്ഞു. കിളയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കിട്ടും. ചില കാച്ചിലൊക്കെ കിട്ടും. പജു പറയുന്നുണ്ട് കിളയ്ക്കുമ്പം കാച്ചിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലാം 3-4 മൂട് ചേന നട്ടിട്ടുണ്ട്. അതെല്ലാം ഉണ്ട്. അതിനെല്ലാം തണൽ വിട്ടു. കോഴികളെ തുറന്ന് ഇപ്പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ അവർ നല്ലതായിട്ട് തണലും എല്ലാം വെച്ച് തരും. എല്ലാവരും കിളച്ച് കരയ്ക്ക് കയറ്റി തരും. വേണ്ടേ, എല്ലാം നട്ടിട്ടുണ്ട്. ജയമൊക്കെയാണ് നട്ടത്. അജു ഉണ്ട്. അജു കൂടെ കയ്യാളായിട്ട് കൈസഹായത്തിന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അജുവിന് ഇടയ്ക്കൊന്ന് പെരയ്ക്കകത്തോട്ട് കയറി വരും. ഇച്ചിരി നേരം ഒന്ന് ഇരിക്കുകയൊക്കെ ചെയ്ത് കഴിക്കാനുമൊക്കെ ഇച്ചിരി നേരം ഒന്നിരുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നു. ഞാൻ നോക്കുമ്പോഴെല്ലാം ഇരിക്കുന്നതാണ് കാണുന്നത്. ഞാൻ കയറി വരുമ്പം പണിയൊന്നും അജു ചെയ്യുന്ന കാണാറില്ല. എന്തോ ചെയ്യുക. ഞാൻ വിചാരിച്ചിരിക്കുവാന്ന്. ക്ഷമിക്കണം കൊച്ചെ എന്നൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല പിള്ളേരോട്. കണ്ടിരിക്കുന്നു. ഇവിടെ ആയിരുന്നു കഴിഞ്ഞ ദിവസം മഞ്ഞൾ ഇവിടെ നിന്നൊക്കെ കിളച്ചെടുത്ത്. ഇതിനകത്ത് ചേമ്പും വിത്തുണ്ടോ മോനെ? ഉണ്ട്, 1-2 ഒക്കെ ഉണ്ട്. മഞ്ഞളും ഇച്ചിരി കിട്ടിയില്ല. വേണ്ട ചേമ്പ് കിളിച്ച് വേണ്ട കിളിച്ച് വരുന്നു. ഇടയ്ക്കൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് ചേമ്പും തട. ഇതൊക്കെ നല്ല, ഇതിൻ്റെ അടിയിലൊക്കെ നല്ലപോലെ ഉണ്ടാവുമോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അജു എൻ്റെ കാലേ വെട്ടല്ലേ, വെട്ടിയപ്പോൾ അവിടെ മുറിഞ്ഞു ചേമ്പും തട. അല്ലാതെ ഇതാക്കി എടുക്കും മോനെ, അതല്ലേ നല്ല. കണ്ടിരിക്കും നിങ്ങളുടെ സ്വന്തം അജു ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ട് രേമയൊക്കെ നിന്നുകൊണ്ട് പണികളാണ്. അജുവും രേമയൊക്കെയും കൂടെ കഴിഞ്ഞ പ്രാവശ്യം കെട്ടിയ വേലിയായിരുന്നു. പിന്നെ അജു സ്വന്തമായിട്ട് പിന്നെ ഒന്നുകൂടെ കെട്ടിക്കഴിഞ്ഞാണ്ട് ഇന്നും ഇവിടുന്നെങ്ങാണ്ട് ഇച്ചിരി കമ്പ് വെട്ടിയതാണ്ട് ഈ കൊന്നയൊക്കെ വെട്ടിയിട്ട് അവിടെ നിന്ന് 1-2 കമ്പ് കൊണ്ട് അവിടെ അടിച്ച് താത്തിട്ടുണ്ട്. മറ്റേതിനി മാറ്റണ്ടായ മോനെ, ആ ചതുക്കിച്ച് നിൽക്കുന്നത് മാറ്റണം. മാറ്റിയില്ലെങ്കിൽ പന്നി കയറി ഒറ്റ കുത്ത്. പിന്നെ അടിച്ച് താക്കണം. ഇവിടെ ഇല്ല, 2-3 ഇല്ലയൊക്കെ. അന്നേരം അത് അങ്ങനെ തന്നെ ഇരുന്നു. പോയത് അത് പിന്നെ നല്ലതല്ലായിരുന്നു കൊണ്ടുവച്ചത്. അതുകൊണ്ടാണ് അത് പോയേ. വേണ്ട,
നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ കലഞ്ഞൂർ കൂടൽ ഭാഗത്തൊക്കെ പിന്നെ ഇപ്പം കൃഷി സമയത്ത് ഇനി കൃഷി ചെയ്യാൻ ആളിനെ കിട്ടിയില്ലെന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോണം. ഞങ്ങൾ രാജമേക്കയെ കണ്ടിട്ടുണ്ട് എന്നുള്ള ഒരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സമയത്തൊക്കെ ഇപ്പോഴാണ് കൃഷി ചെയ്യുന്നത്, കൃഷിക്കൊക്കെ ഇനി ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ആളെ സ്ഥലം കൂടെ പറയുക, ഞങ്ങൾ ആളെ അവിടെ എത്തിക്കുന്നതായിരിക്കും. അതെ, ആളിനെ ഞങ്ങളവിടെ എത്തിച്ചിരിക്കും. കൂടുതൽ കലഞ്ഞൂർ ഭാഗത്തൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളവിടെ എത്തുന്നതായിരിക്കും. കലഞ്ഞൂരൊക്കെ പിന്നെ രേമയൊക്കെ പോകുന്നതാണ്. കൂടുതൽ ഭാഗത്ത് ഇവിടെ എല്ലാം മിക്കവാറും എല്ലാ വീടുകളിലും നല്ല സൂപ്പറായിട്ട് കൃഷി ചെയ്യും. ഒന്നും നിങ്ങളെ മുഖം കണ്ടില്ലെന്ന് പറയരുത്. നിങ്ങൾ പല വീഡിയോയ്ക്കകത്തും കണ്ടു കാണും. നമ്മുടെ ഹസൻകുട്ടിയണ്ണൻ്റെ അടുത്ത വീഡിയോയിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഉണ്ട്. മഴ ചാറിക്കൊണ്ട് നിൽക്കുമോ? രേമയൊക്കെ അതുകൊണ്ട് അവിടെ നിൽക്കുമോ ഇപ്പോഴും? ഇതുവരെയായിട്ടും കയറി വന്നില്ല. വിളിക്കുമോ പോരാനായിട്ട്? എന്നിട്ട് നിന്ന് പണിയുന്നുണ്ട്. ഒന്ന് പണിയും. കുറച്ചും കൂടെ ഉള്ളെന്നും പറഞ്ഞ് നിന്ന് പണിതുകൊണ്ട് നിൽക്കുക. ഒന്നോ രണ്ടോ മൂടൊക്കെ ബാക്കിയുള്ളതൊക്കെ ഞാനും അജുവും കൂടെ അങ്ങ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. എല്ലാം നട്ട് കഴിഞ്ഞു. മഴ ചാറുന്നു. പനി വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനും ഞാനും കൂടെ നടാവുന്നതൊക്കെ ഉള്ളൂ. നടാൻ ഉള്ളതൊക്കെ കാണത്തുള്ളൂ. ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളേ. അവൻ്റെ കൃഷി അവനും ഇവർ രണ്ടുപേരും കൂടെ എല്ലാം നടുകയും എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാം ചെയ്തു കഴിഞ്ഞതാണ്ട്. ഒരുവിധം നമ്മുടെ നമുക്ക് വലിയ കൃഷിക്കാരല്ലല്ലോ. നമ്മുടെ മുറ്റത്തുള്ള കൃഷിയേ നമുക്കുള്ളൂ. മേലെ തൊണ്ടി നടുന്നത് എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ പന്നി ശല്യം ഉള്ളത് കൊണ്ട് പാടാം. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അവിടെയൊക്കെ നട്ടു. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. കമൻറ്റ് അയക്കാൻ മറക്കല്ലേ.